ഗൈസ്, ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അൺഫോളോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ആരാധകരുടെ വിമർശനങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നുകിൽ അത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ടോ കമന്റ്സുകളായിട്ടോ അല്ലെങ്കിൽ പിന്നെ സ്റ്റേഡിയത്തിലൊക്കെ തന്നെ മഞ്ഞപ്പട കഴിഞ്ഞ സീസണിലൊക്കെ ചെയ്ത പോലെ പ്രൊട്ടസ്റ്റുകളായിട്ടൊക്കെ തന്നെ ആയിരുന്നു. ഇന്ത്യയിൽ ഇത്രയധികം ആരാധകരുള്ള ഒരു ക്ലബ്ബ് വേറെ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ദ മോസ്റ്റ് ലോയൽ ഫാൻസ് എന്നുള്ളതൊക്കെ തന്നെ. ബട്ട് നൗ ആ മോസ്റ്റ് ലോയൽ ഫാൻസ് എന്ന പട്ടമായാലും ആരാധകരുടെ പ്രതിഷേധ രീതികളായാലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ തന്നെ പ്രതിഫലിക്കുന്നത്. അതായത് സംഗതി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മാസീവായിട്ടുള്ള ആരാധകരുടെ കൊഴിഞ്ഞു പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3.9 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോൾ നിലവിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 3.8 മില്യണിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തം ഫോളോവേഴ്സിൽ നിന്നും 1% ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആരാധകരാണ്. സോ ആ ആരാധകർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കൈവിടുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാസീവായിട്ട് അൺഫോളോ ഉണ്ടാവാൻ മെയിനായിട്ടുള്ള ഒരു റീസൺ ഇങ്ങനെ ഫസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആരാധകരുടെ മുന്നിലേക്ക് റീച്ചിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള റീൽസും പോസ്റ്റുകളൊക്കെ തന്നെയാണ് മെയിൻ റീസൺ. അത് കുറച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. എനിവേ ഗൈസ്, ഇതാണ് അപ്ഡേറ്റ് ഒന്നും പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഗൈസ്, വീഡിയോ അവസാനിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് കാണുന്നതിന് ബൈ.